ഹായ് ഫ്രണ്ട്സ്, പരിസ്ഥിതി ദിന ക്വിസിനെ പറ്റിയുള്ള 5ാമത്തെ വീഡിയോയാണിത്. 1 മുതൽ 4 വരെയുള്ള എല്ലാ വീഡിയോയും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. 2024 പരിസ്ഥിതി ദിന സന്ദേശം: ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല, കൊല്ലം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്, ചമോലി ജില്ല. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ്? ഹ്യൂമൻ ഇക്കോളജി. ചിൽക്ക തടാകത്തിൽ ചെമ്മീൻ കൃഷിക്കെതിരെ 1992 ചിൽക്ക പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ്? ഒഡീഷ. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് എവിടെയാണ്? നിലമ്പൂർ, മലപ്പുറം. ഇന്ത്യയിലെ ഏറ്റവും വനഭൂമി കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഹരിയാന. കേരളത്തിൽ കുറവ് ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വനഭൂമി കൂടിയ സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. കേരളത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല ഏത്? ഇടുക്കി. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. വനഭൂമി കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമര നായിക മേധ പട്കർ. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആന. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എടവക, വയനാട്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത്? UNEP. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലി. സലീം അലിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഒരു കുരുവിയുടെ പതനം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറോട്ടുകോണം. മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി. പരിസ്ഥിതിയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്കോളജി. ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആര്? ഏണസ്റ്റ് ഹൈക്കൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന മൃഗം വരയാട്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.